സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിൻ്റെ ഈ പ്രോഗ്രാമിലും ക്യാമറ ഉപയോഗിച്ചും വന്ന് ഫോട്ടോ എടുക്കുന്നവരും പലരും അവരുടെ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം ക്ലോസപ്പിൽ ഷൂട്ട് ചെയ്ത് ആണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരും തീർച്ചയായിട്ടും പണിഷ്മെൻറ്റിൻ്റെ പരിധി വരും. കാരണം അവരാരും മിടുക്കന്മാരാണെന്ന് കരുതരുത്. കാരണം പോലീസിന് അവരുടെ എല്ലാം വീടുകളിൽ കയറാനുള്ള അധികാരം IT ആക്ട് നൽകുന്നുണ്ട്. IT ആക്ട് 80 പ്രകാരം ഇങ്ങനെ സംശയമുള്ളവരുടെ വീടുകളിൽ റെയ്ഡ് ചെയ്യാം, സെർച്ച് ചെയ്യാം, അവരുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കാം, അവരുടെ ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുക്കാം. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ അതിശക്തമായ നടപടിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ മലയാള സിനിമാ രംഗത്ത് പലരും ഇതുപോലെ അപമാനിക്കപ്പെടുന്നുണ്ട്. അവർ പലരും കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ അതിൽ പല പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. ഇതെന്തായാലും വളരെ അതിശക്തമായി പോലീസ് ഇതിനകത്ത് നടപടിയെടുത്തു. എറണാകുളത്തെ പുട്ട വിമലാദിത്യ കമ്മീഷണറും അതുപോലെ ADGPയും സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ നടപടിയെ ശ്ലാഘിച്ചു. അവർക്ക് വേണ്ട പിന്തുണയും കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടും. കേരളത്തിലെ യൂട്യൂബേഴ്സ് പലരും അവരെ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നതും അവരെ സഭ്യമല്ലാത്ത വാക്ക് ഉപയോഗിക്കുന്നതും അതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നതും ഒബ്സീനായ വാക്കുകൾ പലരെ പറ്റി പറയുന്നതും അങ്ങനെ പൊതുവെ സ്ത്രീകളെ അവമാനിക്കത്തക്ക രീതിയിലും അവരെ സ്ത്രീത്വത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പല പരിപാടികളും നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. വളരെ ചുരുക്കം പേരാണ് അതിന് മുന്നിട്ട് നിൽക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ വികലമായ മനസ്സുള്ളവരാണ് ആ യൂട്യൂബിലെ ആങ്കർമാരെന്ന് പറയേണ്ടി വരും. കാരണം അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂട്യൂബുകളും അതുപോലെ തന്നെ ചാനലുകളൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ സ്ത്രീകളെയും കുട്ടികളെയും അവമാനിക്കുന്ന രീതിയിൽ ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനിപ്പോൾ ഒരു കർക്കശമായ നിയമവ്യവസ്ഥകളുണ്ട്. അതനുസരിച്ച് പോലീസ് ഇപ്പോൾ ആക്ട് ചെയ്ത് വരുന്നുണ്ട്. ഏതായാലും ഈ നടിക്ക് അനുകൂലമായി അമ്മ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിശക്തമായ അമ്മ അവരൊക്കെ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഹണി റോസിന് വീണ്ടും WCCയും അവർ പിന്തുണയായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ടെക്നീഷ്യൽ സൈഡിൽ നിൽക്കുന്ന പെപ്ക, അതുപോലെ സിനിമാ രംഗത്തുള്ളവരെല്ലാവരും ഹണി റോസിന് പിന്തുണ കൊടുത്തു കഴിഞ്ഞു. അത് നല്ലൊരു ലക്ഷണം തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള യൂട്യൂബുകളിലും വ്യക്തികളുടെ ചില കമൻറ്റുകളിലുമൊക്കെ ഇങ്ങനെയുള്ള ധാരാളം അശ്ലീല പദങ്ങളും വൃത്തികെട്ട ഭാഷകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ധാരാളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ എല്ലാവരും പിന്മാറി സഭ്യമായ ഭാഷയിൽ നല്ല മലയാള ഭാഷയിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ മുന്നോട്ട് വരട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഹണി റോസിൻ്റെ ഈ നടപടി അതിശക്തമായ ഒരു നടപടിയിലേക്ക് തന്നെ പോലീസ് പോകും. അതിന് അവർ വളരെ ബോൾഡായിട്ട് പറയുന്നുണ്ട്. അവർ പറഞ്ഞ് പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ബോബി ചെമ്മണ്ണൂർ പല കാര്യങ്ങളും ചെയ്ത് ആൾക്കാരെ വശീകരിച്ച് പണം ചെലവാക്കി അവരെയൊക്കെ കയ്യിലെടുത്ത് മുന്നോട്ട് പൊക്കോട്ടെ. എനിക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ മാത്രം വിശ്വാസമുണ്ട്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് മാത്രമേ ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് അതിശക്തമായി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ എന്തൊരു വിഷമം വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് പറയാൻ റെഡിയാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒരു IT ആക്ട് അനുസരിച്ച് ഈ ഡിഫമേറ്റീവ് ആയിട്ടുള്ള ഡെറോഗേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞ ഒരാൾ അതിനുശേഷം അവരോട് നമ്മൾ മാപ്പ് പറയാൻ റെഡിയാണെന്ന് പറഞ്ഞതിന് ശേഷവും വീണ്ടും അതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സെക്കൻഡ് ഒഫൻസായിട്ട് പോലീസിന് കണക്കാക്കാൻ ഒക്കുള്ളൂ. IT ആക്ട് ആദ്യത്തെ ഒഫൻസിന് 5 വർഷം വരെ തടവ് അല്ലെങ്കിൽ 7 വർഷം വരെ തടവ് കൊടുക്കാമെങ്കിൽ സെക്കൻഡ് ഒഫൻസിന് 10 വർഷം വരെ തടവ് കൊടുക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് ആൾക്കാർ സൂക്ഷിക്കുക. നിങ്ങൾ ഒരിക്കൽ ക്ഷമ പറഞ്ഞ് അത് എങ്ങനെയെങ്കിലും അവരുടെ കാല് പിടിച്ച് കൈ പിടിച്ച് അത് ഒത്തീർപ്പായി കഴിഞ്ഞ് വീണ്ടും അതിശക്തമായിട്ട് നിങ്ങൾ രംഗത്ത് വന്നാൽ സെക്കൻഡ് ഒഫൻസായിട്ട് മാത്രമേ പോലീസ് കണക്കാക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എറണാകുളത്ത് ബോബി ചെമ്മണ്ണൂരിൻ്റെ സെക്കൻഡ് ഒഫൻസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിന് പോലീസ് കസ്റ്റഡി വിട്ടുകൊടുക്കും. അത് തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് എത്രണ്ണം ഉണ്ട് അത് കൈക്കലാക്കേണ്ടി വരും. അദ്ദേഹത്തിന് ഇത് അപ്ലോഡ് ചെയ്യാൻ സഹായിക്കുന്ന എക്സ്പെർട്സ് ആരാണ് അവരെയും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അതിനുശേഷം ലോവർ കോടതിയിൽ നിന്നുള്ള അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള ഇത് വലിയ തടസ്സം തന്നെയാണ്. സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം അവരോട് ക്ഷമ പറയാൻ താൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ നിയമപരമായി പോലീസ് നോക്കുമ്പോൾ ഇലക്ട്രോണിക്സ് മീഡിയയിൽ കൂടി
IT ആക്ടിൻ്റെ 67 വകുപ്പ് പ്രകാരം അദ്ദേഹം ഒഫൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 75 BNS വരെ ഒഫൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേറെ ചില വകുപ്പുകളുടെ ഇതിനകത്ത് ചേരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു.